തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയിൽദാസിനെ പിടികൂടാനാകാതെ പോലീസ്. നീതി ലഭിക്കും വരെ ശക്തമായി പോരാടുമെന്ന് മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞു. ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങളും ബെയിൽദാസ് തുടങ്ങി. ബെയിൽദാസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമിലി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. മുഖത്തേറ്റ അടിയുടെ ആഘാതം കണ്ണിനും പല്ലുകൾക്കും ഗുരുതര പ്രഹരമേൽപ്പിച്ചെന്ന ഡോക്ടർമാർ. ഗർഭിണിയായിരുന്ന കാലത്തും മർദ്ദനമേറ്റിരുന്നെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി വെളിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് നീതി കിട്ടണമെന്നുള്ള രീതി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്, അത് ഇത്രയ്ക്കും റോസ്റ്റല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്താണ്. നീതി ലഭിക്കും വരെ പോരാടുമെന്ന ശ്യാമിലിയുടെ കുടുംബം. മർദ്ദനത്തെ തുടർന്ന് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത ദുരവസ്ഥയെന്ന മാതാവ് വസന്ത 24-നോട്. നല്ല പാട്, ഇന്നലെ മുതൽ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല, കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ. എന്ത് നടപടി, അയാൾക്ക് വേണ്ടെന്ന ശിക്ഷ തന്നെ കൊടുക്കണം. ഒളിവിൽ പോയ ബെയിലിനെ പിടികൂടാനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മർദ്ദനത്തിനു ശേഷം 2 മണിക്കൂറോളം ഇയാൾ ഓഫീസിലുണ്ടായിരുന്നെങ്കിലും ബാർ അസോസിയേഷന്റെ എതിർപ്പിനെ തുടർന്നാണ് കസ്റ്റഡി എടുക്കാൻ കഴിയാതിരുന്നത്. അഭിഭാഷകർ ബെയിലിനെ പിന്തുണയ്ക്കരുതെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഈ അഭിഭാഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയും ഒരു പിന്തുണ ഉണ്ടാവരുത് എന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും അഡ്വക്കേറ്റ് ബെയിൽദാസ് ആരംഭിച്ചു. 24 തിരുവനന്തപുരം.